വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്ത സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി നാളെയാണ് പ്രധാനമന്ത്രി എത്തുക. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുന്ന പ്രധാനമന്ത്രി പിന്നീട് ഹെലികോപ്റ്റർ മാർഗം വയനാട് കൽപ്പറ്റയിലെ SKMJ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. ഇവിടെ നിന്നാണ് ചൂരൽമലയിലേക്ക് പോകുന്നത്. അവിടെ പ്രധാനമായും ക്യാമ്പ് അദ്ദേഹം നേരിട്ടെത്തി സന്ദർശിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ചൂരൽമലയിലും മുണ്ടക്കയിലുമുള്ള ദുരന്തമുണ്ടായ സ്ഥലത്ത് ആ ഇടങ്ങളിൽ ഒരുപക്ഷെ ഹെലികോപ്റ്റർ വഴിയായിരിക്കും ആകാശ ദൃശ്യം കാണുന്ന ആ രീതിയിൽ സന്ദർശനം നടത്തുകയായിരിക്കും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇവിടെ കലക്ടറേറ്റിൽ ഉന്നതതല ഒരു കൂടിയാലോചന യോഗവും നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ SKMJ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഹെലിപാഡ് ഒരുക്കുന്ന പ്രവൃത്തി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക ഹെലിപാഡ് ഒരുക്കുകയാണ് ഇവിടെ. ഒപ്പം തന്നെ ഈ പ്രദേശത്തെ SPGയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. കേരള പോലീസിൻ്റെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. SPGയുടെ ഏറെക്കുറെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ സ്ഥലമുള്ളത്. മറ്റ് പ്രവർത്തനങ്ങളോ ഇടപെടലോ ഒന്നും ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ ഈ പ്രദേശത്ത് ഇപ്പോൾ നടത്താൻ സാധിക്കുകയില്ല. ആ രീതിയിലുള്ള സുരക്ഷാ ഒരുക്കങ്ങൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായും സംസ്ഥാനം ഉറ്റുനോക്കുന്നത് ഈ ദുരന്തത്തെ, വയനാട് ദുരന്തത്തെ L3 വിഭാഗത്തിലുള്ള ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനത്തിൻ്റെ ആവശ്യം. അത് നിരന്തരം സംസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അംഗീകരിക്കുന്നതിൽ വളരെ നിർണായകമായൊരു ചുവടുവെപ്പായി വേണം പ്രധാനമന്ത്രിയുടെ സന്ദർശനം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അവർ വളരെ പ്രധാനത്തോടു കൂടിയാണ് ഈ സന്ദർശനത്തെ കാണുന്നത്. ഈ കൂടിയാലോചന ചർച്ചയിലൊക്കെ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയരുകയും അത് നടപ്പാക്കപ്പെടുമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ. ഏതായാലും പ്രധാനമന്ത്രിയുടെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ ഈ കൽപ്പറ്റയിലുള്ള SKMJ ഹൈസ്കൂൾ ഗ്രൗണ്ട്.